ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയാൽ സ്നേഹിക്കപ്പെട്ടവരെ, ക്രിസ്മസ് കഴിഞ്ഞു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലുകുത്തുന്നു. 2024. ഒരു ചെറിയ സന്ദേശവും ഉപദേശവും തരുവാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. നമുക്കറിയാം, ക്രിസ്തുവിലായിരിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. 2 കൊറിന്തോസ് അധ്യായം 5:17 നമ്മൾ വായിക്കുന്നുണ്ട്. പുതുവർഷത്തെ പറ്റിയുള്ള സന്ദേശങ്ങൾ അത് നിങ്ങൾ പല ഇടങ്ങളിലും വായിക്കുന്നു, കേൾക്കുന്നു. കാരിസ് ഭവനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന കാരിസ് ജോലിയിൽ ബഹുമാനപ്പെട്ട കാരിച്ചൻ മനോഹരമായിട്ട് എഴുതിയ സന്ദേശമൊക്കെ നിങ്ങൾ വായിച്ചു കാണും. അതുകൊണ്ട് ഞാനങ്ങനെ ഒരു പ്രസംഗം പറയുവാനല്ല ആഗ്രഹിക്കുന്നത്. പ്രായോഗികമായിട്ട് ഇന്നത്തെ ചുറ്റുപാടിൽ എപ്രകാരം നമുക്ക് പുതിയ വ്യക്തികളായി തീരാനും കഴിയും. പ്രിയമുള്ള പൗരസ്ത്യപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, പിന്നിൽ ഉള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറണം എന്ന്. ഫിലിപ്പിയർ അധ്യായം 3:13. അത് ഈശോ നിക്കോദെമോസിനോട് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നീ പ്രവേശിക്കുകയില്ല. യോഹന്നാൻ അധ്യായം 3:3. പ്രിയപ്പെട്ടു, ഇതെല്ലാം മനസ്സിലുണ്ടായിരിക്കട്ടെ. അങ്ങനെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ അടുത്ത കൊല്ലത്തിലേക്ക് നമുക്ക് കടക്കാം. നാം ചുറ്റി നോക്കിയാൽ കാണുന്നത് എന്താണ്? ഇപ്പോൾ വാസ്തവത്തിൽ ഒരു ഇംഗ്ലീഷിൽ പറയും കെയോസ്. അത് താളം തെറ്റിയ ഒരു ലോകം. ഒരു വിഷയം സൃഷ്ടിക്ക് മുമ്പുള്ള കാലഘട്ടം, പ്രീ ക്രിയേഷൻ ടൈം, സൃഷ്ടിക്ക് മുമ്പുള്ള സമയമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു വാലും ചാലുമില്ല, നിയന്ത്രണമില്ല, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ല, നന്മയും തിന്മയും തന്നെ വേർതിരിക്കുന്നില്ല. ഇങ്ങനെ പോകുന്നു. അതിൻ്റെയൊക്കെ അത് ലിസ്റ്റ് പറയുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 24:12 നമ്മൾ വായിക്കുന്ന പോലെ, പാപം വർദ്ധിച്ചിരിക്കുന്നതിനാൽ, അധർമ്മം വർദ്ധിച്ചിരിക്കുന്നതിനാൽ ഹൃദയത്തിൽ നിന്ന് സ്നേഹം തണുത്തുപോയി. ഇന്ന് ഏറ്റവും കാണുന്ന തിന്മ അതാണ്, സ്നേഹരാഹിത്യം. കുടുംബങ്ങളിൽ നോക്കിയാലോ, സമൂഹത്തിൽ നോക്കിയാലോ, തിരുസഭയിൽ നോക്കിയാലോ, ലോകം മുഴുവൻ നോക്കിയാൽ നമ്മൾ കാണുന്നത് ഈ സ്നേഹരാഹിത്യം അല്ലേ? ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വിഭാഗിക ചിന്ത, ഭിന്നത, അതെ, യുദ്ധം പറയേണ്ട ആവശ്യമില്ല. ഇത് ഇന്നത്തെ ചുറ്റുപാടിലാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തെ പറ്റി പറയുമ്പോൾ എല്ലാ അടിപിടിക്കും നമ്മൾ 1ാം സമ്മാനം മേടിക്കുന്നവർ, എല്ലാ തിന്മയ്ക്കും. നമുക്കറിയാം, കുടുംബാസൂത്രണത്തിന് നമ്മൾ 1ാം സമ്മാനം മേടിച്ചു, ഗർഭചിത്രത്തിന് 1ാം സമ്മാനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, അത് വിവാഹമോചനത്തിനും 1ാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഞാൻ ക്രിസ്മസിൻ്റെ ഒരുക്കമായുള്ള ധ്യാനത്തിൽ അത് പറയുകയുണ്ടായി. അതുപോലെ ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്നവർ, ഏറ്റവും കൂടുതൽ കലഹിക്കുന്നവരും ഭിന്നിക്കുന്നവരും വക്രത കാണിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ സഭയിൽ തന്നെ ഭാഗം തിരിഞ്ഞുള്ള വഴക്ക്. എന്ത് കഷ്ടമാണ്! വിശുദ്ധ കുർബാനയെ വില പറഞ്ഞ് 2 ഭാഗമായിട്ട് തിരിയുന്നു. പോലീസുകാർ വരെ ഇടപെടേണ്ടതായിട്ട് വന്നിരിക്കുന്നു. അത് സഭയ്ക്ക് വലിയ നാണംകേട്. നമുക്കൊരു മാറ്റം വേണ്ടേ മക്കളെ? എങ്ങനെ സാധിക്കും? ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് പ്രായോഗികമായിട്ട് ഒരു ഉപദേശം തരാനുള്ളത്, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക. നമുക്കാരോടെങ്കിലും വിരോധമുണ്ടോ, രോഷമുണ്ടോ, അകൽച്ചയുണ്ടോ? ഉദാഹരണം, ആദ്യം കുടുംബത്തെ എടുക്കുക. ഭാര്യയോടോ, ഭർത്താവിനോടോ, മക്കളോടോ, മാതാപിതാക്കളോടോ. എങ്കിൽ അത് ഒന്ന് മാറ്റുക. എന്നിട്ട് സ്നേഹത്തിലാവുക. കൂടെ ജോലി ചെയ്യുന്നവരോടോ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോടോ, അയൽക്കാരോടോ, ഇടവകയിലുള്ളവരോടോ, നാട്ടിലുള്ളവരോടോ, ഏതെങ്കിലും ചെറുതും വലുതുമായ എല്ലാം ക്ഷമിക്കുക. ശത്രുത മനസ്സിൽ നിന്ന് മാറ്റുക. അവിടെ ചെന്ന് അവരുമായിട്ട് രമപ്പെടുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഹൃദയം ശുദ്ധീകരിക്കുക. അതുപോലെ ഒരു പക്ഷേ സഭയിലെ ഈ ഭിന്നത, വിമതർ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി, അല്ലെങ്കിൽ സൗത്ത്, തെക്കര്, വടക്കര്, ഇങ്ങനെയൊക്കെയുള്ള വിഭജനങ്ങൾ മാറ്റും. ആ കുറ്റപ്പെടുത്തൽ നിർത്തും. ആ ഈശോ ആ കാൽവരിയിൽ വെച്ച് പ്രാർത്ഥിച്ച പോലെ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. കർത്താവെ, അതെ, ക്ഷമിക്കണമേ. പാപികളെ നമ്മോട് ചേർത്ത് പിടിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആരോടും വെറുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. നമുക്കറിയാം, ഒത്തിരി തിന്മയുണ്ട്. തിന്മയായിട്ടുള്ള ജനങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയോട് പറയാം, എൻ്റെ ഈശോയെ, അവരോട് ക്ഷമിക്കണമേ, ഞാനും ക്ഷമിക്കുന്നു. ഇനിയും അതുപോലെ തന്നെ യുദ്ധം. നമുക്കറിയാം, കുട്ടികളും സ്ത്രീകളും
ഒക്കെ കൊല്ലപ്പെടുക ഓരോ ദിവസവും. ഉക്രൈനിലും ഇസ്രായേലിലും ഹാമാസിലൊക്കെ. ഇപ്പം അതൊക്കെ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റ് മുഴുവൻ ആയിക്കഴിഞ്ഞു. അതെ, അവരെല്ലാം മനസ്സിൽ കണ്ട് ഈശോയുടെ മുമ്പിൽ ക്ഷമിക്കുക അവരോട്. അതെ, അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല. കർത്താവിൽ ക്ഷമിക്കണമേ. ലോക നേതാക്കളോടും ക്ഷമിക്കൂ, രാഷ്ട്രീയ നേതാക്കളോടൊക്കെ ഞാൻ ക്ഷമിക്കുക. അത് ഹൃദയത്തിൽ ക്ഷമയ്ക്കെതിരായിട്ടൊന്നും കാണാതിരിക്കുക എന്ന് ബോധ്യപ്പെടുത്തുക. അതിന് ഒരു സമയം എടുക്കുമായിരിക്കും, അല്പസമയം. ഇത് എന്നും ചെയ്യേണ്ട ഒരു പ്രക്രിയ ഞാൻ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഒരപ്പൻ എന്ന നിലയിൽ ഉപദേശിക്കുകയാണ്. എന്നിട്ട് അതെ, അടുത്ത ആളുണ്ടെങ്കിൽ അവരുമായിട്ട് കൈ ഒന്ന് കോർത്ത് പിടിക്കുക. എന്നിട്ട് അതെ, ഈശോ പഠിപ്പിച്ച ആ വിശിഷ്ടമായ പ്രാർത്ഥന, ഈശോ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. ആ പ്രാർത്ഥന ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. ഒരു 10 തവണ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ജപം. അത് ചൊല്ലുമ്പോൾ നീ ഒറ്റയ്ക്കാണെങ്കിൽ ആ നെഞ്ചത്ത് കൈവച്ച് കണ്ണടച്ച് ആ ക്രൂശിതനെ ധ്യാനിച്ചുകൊണ്ട് ആ ക്രൂശിതൻ്റെ പക്കൽ ലോകത്തെ മുഴുവനും, സഭയെ മുഴുവനും, കുടുംബങ്ങളെല്ലാം, നിൻ്റെ കുടുംബവും നിൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം കണ്ടുകൊണ്ട് അതെ സ്നേഹത്തിൽ ആക്കുക, ഒന്നാക്കുക. എന്നിട്ട് വേണം അതെ, ഞാൻ പറയുന്നു, സ്നേഹത്തിൻ്റെ ഒരു ചങ്ങല ഹൃദയത്തിൽ ഉണ്ടാവണം. അതായത് കൈകളല്ല കുറക്കേണ്ടത്, ഹൃദയങ്ങൾ. ഇപ്പോൾ കൈ കുറക്കുന്ന പുറമേയുള്ള ഒരു അടയാളം മാത്രം. എന്നിട്ട് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാം, പഴയ നിയമത്തിലെ 1 സാമുവേൽ അധ്യായം 1 15 വചനം. സാമുവേലിൻ്റെ അമ്മ ഹന്ന പ്രാർത്ഥിക്കുന്നത്, മക്കളില്ലാഞ്ഞപ്പം പ്രാർത്ഥിക്കുകയാണ്. അവൾ പ്രാർത്ഥിച്ചപ്പോൾ ചിറി അനങ്ങുന്നുണ്ടായിരുന്നു, ശബ്ദമില്ലായിരുന്നു. എന്നാൽ ഹൃദയത്തിൽ അവൾ ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു. അത് കണ്ട പുരോഹിതൻ അച്ഛൻ വന്ന് പറഞ്ഞു, പെണ്ണെ കുടിയൊക്കെ നിർത്ത്, നീ കുടിച്ചല്ലേ ദേവാലയത്തിൽ ഇരിക്കുന്നത്. അവൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ ഹൃദയം അത് എൻ്റെ ചങ്ക് പൊട്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന്. ഹല്ലേലൂയ. അതെ, കർത്താവിന് മുമ്പിൽ ഹൃദയവികാരങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ്. അതായിരിക്കട്ടെ, നമുക്ക് വികാരമുണ്ടാവണം. ഇന്നത്തെ ചുറ്റുപാടുകളും ഒക്കെ കണ്ടുകൊണ്ട്, ഇന്നത്തെ അവസ്ഥ കണ്ടുകൊണ്ട് നമുക്ക് വേദന ഉണ്ടാവണം. ആ ഗെത്സമനി വെച്ച് വിയർപ്പ് രക്തത്തുള്ളികളാക്കി ഈശോ പ്രാർത്ഥിച്ചില്ലേ? എങ്ങനെ പ്രാർത്ഥിച്ചത്? പിതാവേ, അങ്ങും ഞാനും ഒന്നായിരിക്കുന്ന പോലെ എന്നിൽ വിശ്വസിക്കുന്നവരും ഒന്നാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ അധ്യായം 5:7 നമ്മൾ വായിക്കുന്നു, തൻ്റെ ഐഹിക ജീവിതകാലത്ത് യേശു കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ആ കർത്താവിൻ്റെ കരച്ചിൽ വിലാപത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, നിശ്ചയമായിട്ടും ദൈവജനമേ, ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ, അവിടുത്തെ മുമ്പിൽ ഹൃദയം തുറക്കുവിൻ. നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനം 62:8. അപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിക്കൂ, പ്രാർത്ഥനയ്ക്ക് അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചുറ്റുപാട് ഒരു നിമിഷം മതി കർത്താവിനെ മാറ്റാനായിട്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വർഷത്തിൽ പലരും പ്രവചിച്ചു യേശുക്രിസ്തു വരുമെന്ന്. എന്നാൽ വലിയ പുരുഷാരം വിശ്വസിച്ചില്ല അങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന്. എന്നാൽ അതെ, പ്രാർത്ഥിച്ച് ക്ഷമയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഏറെ കാത്തിരുന്നത് കൊണ്ട് ആ വലിയ സംഭവം നടന്നു, മനുഷ്യാവതാരം എന്ന് പറഞ്ഞ പോലെ. ഒരു പുതിയ ലോകം, പുതിയ ജീവിതം ഈ 2024 സംഭവിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ അതെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ. ഞാൻ വീണ്ടും പറയുന്നു, പ്രേയർ ക്യാൻ ഡു മിറക്കിൾസ്. കർത്താവിന് പ്രാർത്ഥന വഴിയായിട്ട് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, മനസ്സുകൊണ്ട് വീട്ടിലുള്ളവർ, സഭയിലുള്ളവർ, അയൽക്കാരും, ലോകത്തുള്ള എല്ലാവരെയും മനസ്സിൽ കണ്ട് ഒന്നാക്കണം. എന്നിട്ട് 10 തവണ അതെ പ്രാർത്ഥിക്കുക, ഈ സ്വർഗസ്ഥനായ പിതാവേ ജപം. പറ്റുമെങ്കിൽ പലതവണ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഞാനീ പറയുന്നുണ്ടല്ല, ഇന്നത്തെ ചുറ്റുപാടിൻ്റെ രൂക്ഷമായ അവസ്ഥ കണ്ടുകൊണ്ട് ഒരാൾക്ക് മാത്രമേ ഇത് മാറ്റാൻ പറ്റൂ, കർത്താവായ യേശു ക്രിസ്തുവിനെ. ഹല്ലേലൂയ. അവിടുന്ന് വന്നത് അതിനു വേണ്ടിയാണ്, പുതിയ വ്യക്തികളാക്കി തീർക്കുവാൻ, പുതിയ സമൂഹങ്ങളാക്കാൻ, പുതിയ സൃഷ്ടികളാക്കാൻ, പുതിയ ആകാശം, പുതിയ ഭൂമി. നമ്മൾ വായിക്കുന്നത് വെളിപാട് പുസ്തകം 22:5. അപ്പം അതുകൊണ്ട് ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കർത്താവിനെ സ്തുതിക്കണം. എന്തിന്? കർത്താവ് പ്രാർത്ഥന കേട്ടു എന്ന വിശ്വാസത്തോടെ. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ഞാൻ പറയുന്നു, ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ ലിങ്ക് പലർക്കും അയച്ചു കൊടുക്കുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അവരോട് പറയും ഇത് കേൾക്കാൻ. അങ്ങനെ 10,000 ഈ പ്രാർത്ഥന നടത്തും. അതിൻ്റെ ഫലം നിശ്ചയമായിട്ടും 2024 സംഭവിക്കും.
ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് അപരിചിതരോടല്ല, എൻ്റെ സ്നേഹിതരോടാണ്, എൻ്റെ മക്കളോട്. അത് നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നു. നിങ്ങൾ എൻ്റെ പല പ്രോഗ്രാമുകളും സംബന്ധിക്കുന്നവരും നേരിട്ട് കാണുന്നവരും എനിക്ക് കത്തെഴുതുന്നവരും എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവരൊക്കെയാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഇങ്ങനെ സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തപ്പെടും, ആ പ്രാർത്ഥന സാക്ഷാത്കരിക്കും. അപ്പോൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ശേഷം അല്പസമയം കർത്താവിനെ സ്തുതിക്കൂ. വേണമെങ്കിൽ ഒരു സ്തുതിയുടെ ഗാനം മനസ്സോട് പാടാം, നല്ലതാണ്. വേണമെങ്കിൽ മാതാവിൻ്റെ മധ്യസ്ഥം യാചിക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഓരോ ദിവസവും ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കൂ. കണിശമായിട്ടും ഈശോ നമ്മുടെ പ്രാർത്ഥന, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും ഒരു പുത്തനാണ്ടിൻ്റെ ആശംസകൾ തരുന്നു. നേരിട്ട് കണ്ടൊരു ഷെയ്ഖാൻ്റെ ഒരു ഉമ്മയൊക്കെ തന്ന് വിഷയം കൊള്ളാവുന്നുണ്ട്. പക്ഷേ അതിനുള്ള സമയമല്ല. നമുക്ക് ആത്മാവിൽ പരസ്പരം കണ്ട് ആ സ്നേഹം പങ്കുവയ്ക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ തിരുമാർവളത്തിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സംരംഭങ്ങളെയും അർപ്പിക്കുന്നു. ആ ഈശോയുടെ സ്നേഹം, അനുഗ്രഹം ധാരാളമായി നിങ്ങൾക്കുണ്ടാകാൻ ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. തുടർന്നും പ്രാർത്ഥിക്കുന്നു. പുത്തൻ വർഷം തുടങ്ങുമ്പോൾ കാരിശ്മാവിൽ അർദ്ധരാത്രിയിൽ കുർബാനയും പ്രാർത്ഥനയുമുണ്ട്. അവിടെയും നിങ്ങൾക്ക് വേണ്ടി ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ ദീപബലിയുടെ ഉദ്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്, പ്രത്യേകിച്ച് എൻ്റെ മക്കളായ നിങ്ങൾക്ക് വേണ്ടി. കണ്ണുകൾ അടയ്ക്കൂ, കൈകൾ ശബ്ദമായി മരണത്തിൽ വയ്ക്കൂ. കർത്താവേ, ഇപ്പോൾ ഈ ചെറിയ വീഡിയോ കേട്ട ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല വർഷം ഞാൻ ആശംസിച്ചു. അടുത്ത വർഷം കർത്താവേ, ആരോഗ്യത്തിലായിരിക്കുവാൻ, മനസ്സിലും ഹൃദയത്തിലും സന്തോഷവും ശക്തിയുമുള്ളവരായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ തമ്മിൽ സ്നേഹിച്ച് കുടുംബത്തെ സമാധാനമുള്ളവരായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളും ജോലികളും ഫലവത്തായി തീരുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവർക്കും കുടുംബത്തിനും ധാരാളം അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഞാൻ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകസഭയ്ക്ക് വേണ്ടി, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, അകത്തോലിക്ക സമൂഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഒന്നായി തീരട്ടെ. ഹിന്ദുക്കൾക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവർക്കും വിദ്വേഷവും മാറട്ടെ. 5 ഭൂഖണ്ഡങ്ങളും ഒന്നിക്കട്ടെ. 195 രാജ്യങ്ങളും ഒന്നിക്കട്ടെ. അങ്ങനെ സ്നേഹം ഉണ്ടാകട്ടെ. ആ സ്നേഹം ഇവരോരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈശോയെ, യേശുവെ, അങ്ങേ തുറന്ന ഹൃദയത്തിലേക്ക്, മാതാവിൻ്റെ ഹൃദയത്തിലൂടെ ഞാനിപ്പോൾ ഇവരെ സമർപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. മക്കളെ, ഈശോ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ഒരു നല്ല പുത്തനാണ്ട് തരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാപ്പി ന്യൂ ഇയർ. ഒരു നല്ല പുതുവത്സരം. ഈശോ ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.